സുഹൃത്തുക്കളെ, ഗണന സംസാരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി 4 മിനിറ്റ് ചോദ്യം, 5 മിനിറ്റ് ഉത്തരം. അതിന് ആദ്യമായി 4 മിനിറ്റ് ചോദ്യം ഉന്നയിക്കാൻ വേണ്ടി മുജാഹിദ് ബഷത്തെ ക്ഷണിക്കുന്നു. മുസ്ലിയാരെ, എങ്ങനെ കയറിട്ട് വലിച്ചു കൊണ്ടുവന്നാലും വിഷയത്തിലേക്ക് വരാൻ അദ്ദേഹം തയ്യാറല്ല. ഇവിടെ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതാത്ത, വിഷയം എഴുതാത്ത ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ അദ്ദേഹം തയ്യാറാണ്. ബർക്കത്ത്, ജിന്ന്, സിഹിർ, മലക്ക്, ഒരുപാട് ഐറ്റംസ്. ഞാനത് നേരത്തെ പറഞ്ഞത്. ആ വിഷയത്തിലൊക്കെ നമുക്ക് ഒരു വ്യവസ്ഥ ഇൻഷാ അല്ലാഹ് കോടമ്പടിയിൽ വീണ്ടും എഴുതാം. ഇപ്പൊ വ്യവസ്ഥ എഴുതിയ വിഷയത്തിലുള്ള വാദത്തിലേക്ക് വരാം, അതിലേക്ക് വരാം. മാത്രമല്ല, ഇവിടെ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ എന്താണ് എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. ഇത് സുന്നത്ത് ജമാഅത്ത് ഖുർആനിൽ ഹംസക്കോയ ബാക്കവി 3 പേര് എഴുതിയതാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, എന്നാൽ അഹ്ലുസുന്നയും നവീനാശയക്കാരും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ മരണപ്പെട്ട മഹത്തുക്കളോട് സഹായം തേടുക എന്നതാണ്. മരണപ്പെട്ട മഹത്തുക്കളോട് സഹായം തേടുക എന്നതാണ് നമ്മൾ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ എന്നാണ് നിങ്ങളുടെ ഹംസക്കോയ ബാക്കവി എഴുതി വെച്ചത്. ആ ഇസ്തിഗാസക്ക് അവിടെ വിഷയം എഴുതിയത്, അതിനാണ് വാദം എഴുതിയത്. അതുകൊണ്ട് അതിനാണ് തെളിവ് ലഭിക്കേണ്ടത്. അതാ ഞങ്ങളുടെ വിഷയം. എന്റെ ചോദ്യം, ഞാൻ എന്റെ വിഷയാവതരണത്തിൽ ചോദിച്ച ചോദ്യം, നേരത്തെ ചർച്ചയിൽ ചോദിച്ച ചോദ്യം, ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. അതിനിതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഖുർആൻ എന്ന് ചോദിച്ചാൽ ഖുർആൻ തന്നെ കിട്ടണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ. ഖുർആൻ ഞങ്ങൾക്ക് വെറുതെ മരിച്ചോട് തോന്നാനല്ലേ, കുടിയൊത്തിരി പോകുമ്പോൾ കൂലി വാങ്ങാൻ ഏർപ്പാടെന്ന് പറഞ്ഞ് ഒഴിവാക്കി കളി. അത് തുറന്നു പറയാനോ? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം വളരെ വ്യക്തമാണ്. മരിച്ചുപോയ മഹാത്മാക്കളോട്, മുൻകഴിഞ്ഞു പോയിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവാചകൻ, മരിച്ചുപോയ ഒരു പ്രവാചകനോടോ വലിയനോടോ ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം വിശുദ്ധ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കണം. അതുവിടെ നിർബന്ധം. ഒന്നാമത്തെ പ്രമാണം അതാണ്. പ്രമാണം എഴുതുമ്പോൾ ഒന്നാം പ്രമാണം വിശുദ്ധ ഖുർആൻ, അതിൽ തന്നെ ഉദ്ധരിക്കണം. അതിൽ ഇല്ല, ഞങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയൂല എന്ന് നിങ്ങൾ സമ്മതിച്ചു പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഹദീസ് എന്ന് ചോദിക്കുമ്പോ ചോദിക്കുന്നോട് പറഞ്ഞോളി. ഞങ്ങൾ ഇതുവരെ ഹദീസിൽ നിന്ന് പ്രമാണം ചോദിച്ചിട്ടില്ല, തെളിവ് ചോദിച്ചിട്ടില്ല. ചോദിച്ചതിന് കിട്ടണം. ചോദിക്കാത്തതിന് പിന്നാലെ കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങളുടെ പിന്നാലെ എത്ര നേരം? ഈ ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് കടലാസുകളും ഒന്നും കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത്, ഒരു സംഭവം ഉദ്ധരിച്ചാൽ മതി. ഒറ്റ ഒന്ന് ഒരു ഗ്രന്ഥം മതി. അത് ഒറ്റ ഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ നിന്ന് ഒരു തെളിവ്. ഞങ്ങളുടെ ചോദ്യം വളരെ വ്യക്തമാണ്. നേരത്തെ ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോൾ ഈ ചോദ്യാവസരത്തിലും ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നു. പ്രവാചക തിരുമേനിയോ മറ്റു പ്രവാചകന്മാരോ, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോടോ ഔലിയാക്കന്മാരോടോ ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ സംഭവം ഇങ്ങോട്ട് ഉദ്ധരിക്കണം. ആ സംഭവം ഉദ്ധരിക്കണം വിശുദ്ധ ഖുർആനിൽ നിന്ന്. അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞങ്ങളെ തമാശയാക്കുവാൻ വേണ്ടി കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ചു. തൗഹീദിന്റെ ശവപ്പെട്ടിക്ക് ആണി അടിക്കുന്ന പറഞ്ഞു. ശരിയും അടിച്ചിട്ട് വന്നപ്പോ തന്നെ തൗഹീദിന്റെ ശവപ്പെട്ടിക്ക് മനസ്സിലായല്ലോ. കൃത്യമായി പറഞ്ഞതാ, ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അലീം എന്ന ആയത്തോതുകയും അപ്പോൾ തന്നെ മരിച്ചുപോയ മഹാത്മാവിനെ വിളിച്ചു തേടുകയും ചെയ്തുകൊണ്ട് തൗഹീദിന്റെ ശവപ്പെട്ടിക്ക് ആണി അടിക്കുവാനാണ് നിങ്ങൾ തുടക്കത്തിലെ ശ്രമിച്ചത്. ആ ശ്രമം ഞങ്ങൾ അനുവദിക്കില്ല. കാരണം വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും പഠിപ്പിക്കുന്ന ആദർശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ആ ആദർശം പഠിപ്പിക്കുവാനാണ്, അത് ബോധ്യപ്പെടുത്തുവാനാണ്. അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിച്ച് വീണ്ടും പറയുന്നു, വിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങളുടെ വാദത്തിന് തെളിവായി ഒരു സംഭവം ഉദ്ധരിക്കണം. എന്നിട്ട് നമുക്ക് ജിന്ന്, മലക്ക്, സിഹിർ, കറാമത്ത്, ബർക്കത്ത് എന്തൊക്കെ വിഷയങ്ങൾ വേണോ സംവാദത്തിന് വ്യവസ്ഥ എഴുതാം. വ്യവസ്ഥ എഴുതിയത് ചർച്ച പൂർത്തിയാവട്ടെ, എന്നിട്ട് പുതിയ വിഷയത്തിന് വ്യവസ്ഥ എഴുതാം. സുന്നി മുജാഹിദ് തമ്മിൽ ഒരു വിഷയത്തിൽ മാത്രമൊന്നല്ല തർക്കം, ഒരുപാട് ദശക്കണക്കിന് വിഷയങ്ങൾ തർക്കമുണ്ട്. എല്ലാം കൂടി ഇവിടെ ചർച്ച ചെയ്യാൻ എന്തായാലും പറ്റൂല. അതുകൊണ്ട് വ്യവസ്ഥ എഴുതിയത്, തീരുമാനമായത് ചർച്ചക്കെടുക്കുക. ആ ചർച്ചയിൽ ആവശ്യമായ പ്രമാണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തെളിവ് പറയുക. സുന്നിപക്ഷത്തു നിന്ന് ഉത്തരം നൗഷാദ് ഹസനിയാണ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ്
വാദപ്രതിവാദം അതിൻ്റെ റൂട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഇനി പിളരാത്തതായൊരൊറ്റ മുജാഹിദുമില്ല എന്നിവിടെ ഞങ്ങൾ തെളിയിക്കാൻ പോവുക തന്നെയാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ പറയുന്നു, അണ്ടിയോട് അടുത്തപ്പോഴാണ് മാങ്ങയുടെ പുളി അറിഞ്ഞത്. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഹനീഫ് മൗലവിയോട് ഞങ്ങൾ അന്ന് മട്ടാഞ്ചേരിയിലും ചക്കരപ്പറമ്പിലും ഏറ്റുമുട്ടിയത് എത്ര സ്ഥലത്ത് ക്ലിപ്പിട്ട് പ്രസംഗിച്ചതാണ് അലിമദനി നമ്മുടെ കരിമ്പിലാക്കൽ. നിങ്ങളോട് ചോദിക്കട്ടെ, എന്തായിരുന്നു നിങ്ങൾ കായക്കൊടിക്കെതിരെ കണ്ട കുറ്റം? ജിന്നിനെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞില്ല എന്നതായിരുന്നു അല്ലേ? ഇപ്പൊ എന്തായി? ഇപ്പൊ മൂപ്പര് പറയാ വിഷയത്തിന് പുറത്താണ്, ശ്രദ്ധിക്കേണ്ടിയിരുന്നു പറയുന്നത്. സംവാദം കൊണ്ട് കാര്യം ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, നമ്മളെ മുജാഹിദ് പ്രവർത്തകർ ഫസ്റ്റ് കൈകൊട്ടി, ഇപ്പൊ തക്ബീറിലെത്തിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഞങ്ങൾ ഇസ്തിഗാസയും ചെയ്യിപ്പിച്ചേ ഇവിടുന്ന് വിടുകയുള്ളൂ. ഇരിക്കട്ടെ, ഇത് നിങ്ങളുടെ സലാം സുല്ലമി എഴുതിയത്, നിങ്ങളുടെ മുഹദ്ദിസ് എപ്പോഴാ എഴുതിയത്? മട്ടാഞ്ചേരി സംവാദത്തിൽ ഞങ്ങൾ അവരോട് ചോദിച്ചു ജിന്നിനെ കുറിച്ച്, മറുപടി പറഞ്ഞില്ല. അന്ന് നിങ്ങൾ പ്രസംഗിച്ചു, മറുപടി പറയേണ്ടിയിരുന്നു. കാരണം ജിന്നിനോട് സഹായം തേടുന്നിടത്തും മരിച്ചവരോട് തേടുന്നിടത്തും രണ്ടും കാരണം ഒന്നാണ്. അതുകൊണ്ട് പറയേണ്ടിയിരുന്നു എന്ന് നിങ്ങൾ അന്ന് അവർക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിന്റെ രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞാൽ വഫാത്തായി പോയ മഹാന്മാരോട് സഹായം തേടുന്നത് എന്തുകൊണ്ട് ശിർക്കാണ്? എന്തുകൊണ്ട് ശിർക്കാണ്? അത് അഭൗതിക മാർഗത്തിലുള്ള സഹായമായതുകൊണ്ട് അല്ലേ? ഇതുപോലെ തന്നെയാണ് ജിന്നും മലക്കും. അപ്പൊ കാരണം ഒന്നാണ്. അതുകൊണ്ട് പറയേണ്ടിയിരുന്നു. പറയാതിരുന്നത് നിങ്ങൾക്ക് നട്ടലില്ലാത്തത് കൊണ്ടാണ് എന്ന് മറുപടി പറഞ്ഞ നിങ്ങളാണ്. അവരും പറഞ്ഞു തന്നെ വിഷയത്തിന് പുറത്താണ്. കാരണം എന്താണെന്നറിയോ, ഇപ്പൊ നിങ്ങൾക്ക് റേഞ്ചിന്റെ പുറത്താണുള്ളത്. അതുകൊണ്ട് വിഷയാവൂല നിങ്ങൾക്ക്. ഞങ്ങൾ വിഷയം കൃത്യമായി പറഞ്ഞു തരാ. നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യമുണ്ടല്ലോ, എന്റെ മറുപടി കേട്ടോ. ആ ചോദ്യം ചോദിക്കാൻ അപ്പുറത്തിരിക്കുന്ന ഒരൊറ്റ കുട്ടിക്കും അധികാരമില്ല. കാരണം ഞങ്ങൾ ഔലിയാക്കളോട്, നിങ്ങൾ ജിന്നുകളോട്. വെറുതെ ഇത് നിങ്ങളുടെ നേതാവ് മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക്. നിങ്ങളുടെ ശബാബിന്റെ ചീഫ് എഡിറ്റർ അയാളെ പുറത്താക്കി, കായക്കൊടി ജബ്ബാർ മൗലവിനെ പുറത്താക്കി ആർജവം കാണിക്കേ. എന്നിട്ട് ഞങ്ങളൊന്ന് ആഘോഷിക്കട്ടെ, പറയട്ടെ. ഞങ്ങളോട് ചോദിക്കാൻ അധികാരമില്ല. ഇല്ല അലിമദനി, ഇല്ല ലത്തീഫു. കാരണം എന്തുകൊണ്ട്? നിങ്ങളെ നേതാവ് പറയുന്നു ജിന്നുകളോട് ചോദിച്ചാൽ അതിന് പ്രാർത്ഥന എന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഞങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയുകയാണ്. കാരണം ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഞങ്ങൾ കോടമ്പഴിയിലുള്ള ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ കോടമ്പഴിയിലുള്ള ജിന്നുകളെയും മലക്കുകളെയും വിളിക്കുന്നു. ദാ നിങ്ങളെ പുസ്തകം, ഇതിനെ തള്ളൂ നിങ്ങൾ, എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ട് തന്നെ വിഷയം കൃത്യമാണ്. നിങ്ങൾ മട്ടാഞ്ചേരിയിലും ചക്കരപ്പറമ്പിലുമൊക്കെ ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് കൃത്യമായി കായക്കൊടി മൗലവിയും മറ്റു മൗലവിമാരും പറയാൻ വിഷമിച്ചപ്പോ അതിനെതിരെ ലേഖനം എഴുതിയവരാണ് നിങ്ങൾ, അതിനെതിരെ പ്രസംഗിച്ചവരാണ് നിങ്ങൾ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതേ തട്ടിപ്പാണ്. നടക്കൂല. ഒരു ദിവസം ഞങ്ങള് കൃത്യമായി ഇവരെ മുശിരിക്കാക്കുക തന്നെ ചെയ്യും. ഇത് നിങ്ങളെ ചെറിയ മുണ്ടം ശബാബിന്റെ എഡിറ്റർ, നിങ്ങൾ ഔദ്യോഗിക മുഫ്തി. അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. ഞാൻ വായിക്കാം കേട്ടോ, ശരിക്ക് കേട്ടോ. വിജനപ്രദേശത്ത്, ഞെട്ടിവേണ്ട, വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ജബ്ബാർ മൗലവി എഴുതിയ നിങ്ങളെ നേതാവ് നിങ്ങളെ ശബാബിൽ ഇതിനെ തള്ളൂ. എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞു തരാ. നിങ്ങളുടെ ശബാബ് നിങ്ങളെ ഇസ്ലാമിന്റെ പത്രല്ലേ, ആ പത്രത്തിലാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ജിന്നുകളോട് സഹായം തേടിയാൽ അത് പ്രാർത്ഥനയല്ല, അത് ശിർക്കല്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു വ്യത്യാസമുള്ളൂ. ഞങ്ങൾ ഔലിയാക്കളോട്, നിങ്ങൾ ജിന്നുകളോട് ആ ചോദ്യം ചോദിക്കാൻ മടവൂരികളെ നിങ്ങൾക്കും അധികാരമില്ല കേട്ടോ. അതുകൊണ്ട് ഇതിന് മറുപടി വാ. വിഷയത്തെക്കുറിച്ചല്ലെങ്കിൽ ഏറ്റവും നന്നായി സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് നൗഷാദ് ഹസൻ. ഞാൻ എന്റെ വിഷയാവതരണം മുതൽ ഒന്നാമത്തെ ചോദ്യം വരെ ആവർത്തിച്ച് ചോദിച്ച ചോദ്യം അത് മൂപ്പര് ഇതുവരെ കേട്ടിട്ടില്ല, ഉത്തരവുമില്ല.
സുന്നി മുജാഹിദ് തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയം മരിച്ചുപോയ മഹാത്മാക്കളോടുള്ള ഇസ്തിഗാസയാണ് എന്ന് നിങ്ങളുടെ പുസ്തകം വായിച്ചുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്നിട്ടാ ചോദ്യം ചോദിച്ചത്. അതിലെവിടെ മറുപടി? അതിനുള്ള മറുപടി എവിടെ? ഇവിടെ ഒരു ചെറിയ നിങ്ങളെ സദസ്സിനോട് ചെറിയ കാര്യം, നിങ്ങളെ പണ്ഡിതന്മാരെ തന്നെ ഏറ്റക്കുറവുണ്ടാക്കരുത് കേട്ടോ, മോശമാണത്. ഫൈസലേസിന് എഴുന്നേറ്റിരിക്കുന്ന പോലെ അല്ലല്ലോ നൗഷാദ്, ഒരു പ്രത്യേക കമന്റ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ വേണ്ടിയിരുന്നില്ല, അതത്ര ശരിയായില്ല. പിന്നെ മറ്റൊന്ന്, ഈ ആളുകൾക്ക് ഇങ്ങനെയുള്ള വേദികളെക്കാൾ നല്ലത് വല്ല മിമിക്രി ട്രൂപ്പുകളുടെ കൂടെ പോകുന്നതാണ്. അതിന് പറ്റും, ചിരിക്കാനും ആടാനും പാടാനും ഒക്കെ പറ്റിയിരിക്കുന്ന ആളുകൾ, ആ നിലക്ക് പറ്റും. പക്ഷേ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട്, ഖുർആനിൽ നിന്ന് പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട്, ഒരു തെളിവുദ്ധരിച്ചുകൊണ്ട് വിഷയങ്ങളെ സമർപ്പിക്കുവാൻ ഇനിയും നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരേണ്ടതുണ്ട്. എന്നാലേ നിങ്ങൾ പഠിക്കുള്ളൂ, നിങ്ങൾ സ്വന്തം പഠിക്കൂല. ഞങ്ങൾ കൃത്യമായി ചോദ്യം അതാണ്. വിശുദ്ധ ഖുർആനിൽ 25ഓളം പ്രവാചകന്മാരുടെ പേരുകൾ വന്നു. അതിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ മരിച്ചുപോയ മറ്റൊരു പ്രവാചകനോടോ വലിയനോടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഇസ്തിഗാസ നടത്തിയ സംഭവമുണ്ടെങ്കിൽ അത് ഉദ്ധരിക്കണം. ഞങ്ങളായി വന്ന് പിന്നോട്ട് പോകാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ആ ചോദ്യത്തിന് ഒരു ഉത്തരവും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്റെ ഒന്നാമത്തെ ചോദ്യം തൊടാതെ കിടക്കുന്നു. അതവിടെ വെച്ചുകൊണ്ട് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരട്ടെ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവോട് പ്രാർത്ഥിച്ചത് ഖുർആൻ എടുത്തു കൊടുത്തു. ഇസ്തിഗാസ എന്ന പേരിട്ടുകൊണ്ട് തന്നെ, ഇത് തസ്തഗീസൂന റബ്ബക്കും എന്ന് പറഞ്ഞ് ഖുർആൻ എടുത്തു കൊടുത്തു. എന്നാൽ അതേ പ്രവാചകർ ഉഹുദിന്റെ രണാങ്കണത്തിൽ ഉണ്ടായ പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രയാസങ്ങളിൽ, ദുരിതങ്ങളിൽ, തൊട്ടു മുമ്പത്തെ യുദ്ധമായ ബദറിൽ ഷഹീദായിരിക്കുന്ന ഏതെങ്കിലും ഒരു ഷഹീദിനോട് ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ഉദ്ധരിക്കണം. ബദർ യുദ്ധത്തിൽ വെച്ച് അല്ലാഹുവോട് ഇസ്തിഗാസ നടത്തിയ പ്രവാചക തിരുമേനി ഉഹദ് യുദ്ധത്തിൽ വെച്ച് അവിടുത്തെ പരീക്ഷണ ഘട്ടങ്ങളിൽ ബദറിലെ ഷഹീദുമാരോട്, ശുഹദാക്കളോട് ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഉദ്ധരിക്കണം. പ്രവാചകരോ സ്വഹാബത്തോ ഉഹദിൽ വെച്ച് ബദരീങ്ങളോട്, ബദർ ശുഹദാക്കളോട് ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഉദ്ധരിക്കണം. നിങ്ങള് കുടുങ്ങുമ്പോഴും കുടുങ്ങാത്തപ്പോഴും അപകടത്തിലും അല്ലാത്തപ്പോഴും ബദരീങ്ങളെ രക്ഷിക്കണേ എന്നാണോ തേടിക്കൊണ്ടിരിക്കുന്നത്? എന്നാൽ ആ ബദരീങ്ങളെ ഉഹദിൽ വെച്ച് പ്രവാചക തിരുമേനി തേടിയോ ഇസ്തിഗാസ നടത്തിയോ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഉദ്ധരിക്കണം. ഞങ്ങളുടെ ചോദ്യം ആവർത്തിക്കുന്നു. ഇപ്പൊ 2 ചോദ്യം. ഒന്നാമത്തെ ചോദ്യത്തെക്കുറിച്ച് തൊട്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു സംഭവം ഇതുവരെ ഉദ്ധരിച്ചിട്ടില്ല, ഉദ്ധരിക്കുവാൻ സാധ്യവുമല്ല. ചില കോപ്രായങ്ങൾ കാണിച്ച് തൽക്കാലം സമയം കളയുക മാത്രമാണ് അഹ്സനിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും നടക്കില്ല. അതിന് ഖുർആനിൽ നിന്ന് രേഖ ഉദ്ധരിക്കണം. 2, പ്രവാചക ജീവിതത്തിൽ നിന്ന് ബദരീങ്ങളോട് തേടിയതിന്, ബദർ ശുഹദാക്കളോട് തേടിയതിന് ഒരു തെളിവ്, ഒരു സംഭവം പ്രവാചക ജീവിതത്തിൽ നിന്ന് ഉഹുദിന്റെ രണാങ്കണത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു തെളിവ് ഉദ്ധരിക്കണം. അതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ബാക്കി നിൽക്കെ രണ്ടാമത്തെ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ബദറിന്റെ രണാങ്കണത്തിൽ വീരമൃത്യു വരിച്ചിരിക്കുന്ന ശുഹദാക്കളോട് ഉഹുദ് രണാങ്കണത്തിൽ വെച്ച് പ്രവാചകരോ സ്വഹാബത്തോ ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഇസ്തിഗാസ ഇവിടെ ഉദ്ധരിക്കണം, തെളിവായി ഉദ്ധരിക്കണം, പ്രമാണമായി ഉദ്ധരിക്കണം. അതിനാണ് മറുപക്ഷം തയ്യാറാവേണ്ടത്. അതുകൊണ്ട് ചോദ്യങ്ങൾ ഞങ്ങൾ ആവർത്തിക്കുന്നു, ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നില്ല. ചോദ്യം അസ്ഥാനത്തായ അങ്ങനെ കണ്ടോ? ശരിക്ക് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. നിങ്ങൾ ചോദ്യം ചോദിച്ചപ്പോ കൃത്യമായി ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. ശരിക്ക് കേട്ടോളൂ. ഞാൻ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നു. എന്റെ സുഹൃത്ത് അബ്ദുൾ റഷീദ് സഖാഫി പത്തപ്പിരിയം ഒരു ഉദാഹരണം പറയാം. റിഫായി ഷെയ്ഖിനെയും വിളിക്കുന്നു. റിഫായി ഷെയ്ഖിനെ വിളിക്കുന്ന പത്തപ്പിരിയ ഉസ്താദ് എന്നോട് ചോദിക്കുന്നു, മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്ന നിങ്ങളുടെ പ്രമാണം എന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞു, സഖാഫി ഉസ്താദെ, നിങ്ങൾ റിഫായി ഷെയ്ഖിനെയും വിളിക്കുന്നു, ഞാൻ മുഹിയുദ്ദീൻ ഷെയ്ഖിനെയും വിളിക്കുന്നു, പ്രമാണം 2 കൂടി തീരുമാനിച്ചാ പോരെ, സംഗതി 2 ഒന്നാണല്ലോ എന്ന് ഞാൻ അന്ന് മട്ടാഞ്ചേരിയിൽ പഠിപ്പിച്ചിരുന്നു. ഇത് മുജാഹിദ് ആഘോഷിച്ചോളൂ, ഞങ്ങൾക്ക് പണിയെടുക്കണ്ട. ഞങ്ങൾ ചോദിക്കുന്നു, ആണത്തമുണ്ടോ നിങ്ങൾക്ക്? മുന്നിൽ വെച്ചല്ലേ ചോദിക്കുന്നത്. ഇത് നിങ്ങളാളല്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? നിങ്ങളാളല്ലേ ഇത്? അല്ലെങ്കിൽ പറ നിങ്ങളാളല്ല. നിങ്ങളുടെ ശബാബിന്റെ ചീഫ് എഡിറ്റർ. അപ്പൊ ചീഫ് എഡിറ്റർ എന്നെ മുശരിക്കിനും കൂട്ടിയിട്ടാണോ നടത്താം? പറയണം നിങ്ങൾ. പിന്നെ മൂപ്പർക്ക് ഒരു രക്ഷയില്ല. കാരണം ഒറ്റ പ്രശ്നം, ഇത് ജനങ്ങൾക്കെല്ലാം തിരിയും, മുജാഹിദിനല്ലാത്ത എല്ലാവർക്കും. എന്താണെന്നറിയോ? ഞങ്ങൾ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ ജിന്നുകളെ നിഷേധിച്ചിട്ടില്ല. നിങ്ങൾ
നിഷേധിച്ചിട്ടില്ല. നിഷേധിക്ക് നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. ഒരു കരുണ നിങ്ങളോടില്ല മൗലവിമാരെ. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ചിലപ്പോൾ പറയും, ഉസ്താദേ നിങ്ങൾ മടപൂരികളോട് ഇത് പറയും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല, ഞങ്ങൾ അവസരം കാത്തിരുന്നതായിരുന്നു. ഞങ്ങൾ ഇതാ പറയുന്നു, തീർച്ചയാണ് നിങ്ങളുടെ നേതാവ് ചെറിയ മുണ്ടം അല്ലെങ്കിൽ അല്ലാന്ന് പറയും, കൊട്ടപ്പുറത്ത് ഉസ്താദിന്റെ കൂടെ തോറ്റു പോകുന്ന ആളല്ലേ, ഇപ്പൊ അയാൾ മുശ്രിക്കായില്ലേ? സ്കൂൾ വിട്ട് പോയാ പോരാ, നേരെ പഠിച്ചു വരണം വാദപ്രതിവാദത്തിന്. മനസ്സിലായോ? അതുകൊണ്ട് ഞങ്ങളെ ചോദ്യം, ഞങ്ങൾ ഔലിയാക്കളോട് നിങ്ങൾ ജിന്നിനോട് മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്നല്ലേ നിങ്ങളെ വാദം? അതോട് കൂടി കഴിഞ്ഞു നിങ്ങളെ കഥ. ഇനി നിങ്ങൾക്ക് ബദരീങ്ങളെ കുറിച്ച് ചോദിക്കാൻ, മുഹയ്യദ്ദീൻ ശൈഖിനെ കുറിച്ച് ചോദിക്കാൻ അധികാരമില്ല, അധികാരമില്ല, അധികാരമില്ല. കാരണം എന്തുകൊണ്ട്? അദൃശ്യമാർഗത്തിലൂടെയുള്ള സഹായം തേടും, അതല്ലേ പ്രശ്നം. അത് ഞങ്ങളുണ്ട്, ഞങ്ങൾ പറയും നിങ്ങളുണ്ട്, നിങ്ങളുണ്ട്. ജിന്നിനെ കാണുന്നുണ്ടോ? ഉണ്ടോ? സലാം സലമി കേൾക്കുന്നുണ്ടാവൂത്. അയാൾ വിചാരിച്ചു പഠിച്ചോനെ ഞാൻ ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞിരുന്നു. എന്തേ നാവ് പൊന്താത്തത്? ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണെന്ന് പറയൂ ധൈര്യമുണ്ടെങ്കിൽ. ഞങ്ങളെ മുന്നിന്ന് പറയാൻ കഴിയില്ല. പറഞ്ഞാൽ ഇയാൾ മുശ്രിക്കാവും, പറഞ്ഞാൽ ഇയാൾ മുശ്രിക്കാവും. പിന്നെ നിങ്ങളെ ജംഇയ്യത്തുൽ ഉലമയിൽ മുഴുവൻ മുശ്രിക്കാവും, ഒരൊറ്റ മുസ്ലിമിനെയും കിട്ടൂല. അതുകൊണ്ട് ഈ ചോദ്യം ഇന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമല്ല. കുറെ കാലം മുമ്പ് ഉമർ മൗലവിക്കൊക്കെ ചോദിക്കാമായിരുന്നു. നിങ്ങളെ കൂട്ടത്തിലുണ്ട് ജിന്നിവാദികൾ, അവരെ കൂട്ടത്തിലുമുണ്ട് ജിന്നിവാദികൾ. ഈ രണ്ട് ജിന്നിവാദികളും ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങളുടെ പിളർപ്പിന്റെ സമ്മേളനം തന്നെയാണ്. അതിലൊന്നും യാതൊരു തർക്കമില്ല. നിങ്ങളെ ചീഫ് എഡിറ്റർ മുശ്രിക്കാകാൻ പോവുകയാണ്. മിണ്ടണം നിങ്ങള്, തൊള്ള തുറക്കണം നിങ്ങള്. എന്താ മിണ്ടാത്ത? നിങ്ങളെ ചോദ്യത്തിന് പ്രസക്തി കിട്ടണമെങ്കിൽ ഇതിനെക്കുറിച്ച് പറ. ഞങ്ങൾ ഔലിയാക്കളോട്, നിങ്ങൾ ജിന്നുകളോട്. പിന്നെ ഞങ്ങളോട് തെളിവോയിക്കാൻ ആരാ? നിങ്ങൾ ഞങ്ങൾ അത്ര ജിന്നിനും കാണുന്നില്ല, ഔലിയാക്കളെയും കാണുന്നില്ല. ഇത്ര പാടുപെട്ടു, നിങ്ങൾ ഉറക്കത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവൂല അല്ലേ? സാരമില്ല, സുന്നിയായിക്കോ. അദൃശ്യം പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞില്ലേ? തീർച്ചയായും പൊളിഞ്ഞു. ഞങ്ങൾ പറയുന്നു, ഇനിയോ തബറുക്കിന്റെ വിഷയമെടുത്തപ്പോ ആരാ മുശ്രിക്കായത്? CP ഉമർ സുല്ലമി. അപ്പൊ മുശ്രിക്കിന്റെ എണ്ണം കൂടി. ഒന്ന് ചെറിയ മുണ്ടം, പിന്നൊന്നാരാ? CP ഉമർ സുല്ലമി. ഇനി മുവഹിദീങ്ങളായിട്ട് ആരാ നിങ്ങളെ കൂട്ടത്തിലുള്ളത്? അതാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ചോദ്യം ചോദിക്കാനുള്ള അധികാരമില്ല. ഇനി നോക്കോ നിങ്ങള്, ഇത് ഞങ്ങൾ മറ്റോരോട് ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞില്ല. അതിനെക്കുറിച്ച് സലാം സുല്ലമി പറഞ്ഞു കേട്ടോ, മൗനം വിദ്വാനുഭൂഷണം, മൗനം വിദ്വാനുഭൂഷണം. ഞങ്ങൾ മട്ടാഞ്ചേരിയിൽ പറയാത്തതിനെ കുറിച്ച് ഇയാൾ എഴുതിയതാ. എന്നിട്ട് കേട്ടോ, മൗനം പാലിക്കുകയായിരുന്നു. വിളിച്ച് മലക്കുകളെയും ജിന്നുകളെയും വിളിച്ച് സഹായം തേടൽ പ്രാർത്ഥനയാണെന്നോ ശിർക്കാണെന്നോ ഇവർക്ക് പറയാൻ കഴിഞ്ഞില്ല. അവരെ കുറിച്ച് പറഞ്ഞത് അപ്പങ്ങളും അതുപോലായില്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തിന് ഞങ്ങൾ ഇവിടെ ചരമക്കുറിപ്പെഴുതിയിരിക്കുന്നു. പഴയ മുജാഹിദ് ഇപ്പല്ല. എവിടെ തന്റെ ഇടം തുറന്ന് പറയട്ട് ജിന്നിനോട് തേടൽ ശിർക്കാണ്. ചെറിയ മുണ്ടം ഇത് പറയാൻ നിങ്ങളെ വിടുന്ന പ്രശ്നമല്ല. വിഷയത്തിൽപ്പെട്ടതായതുകൊണ്ടാണല്ലോ സുല്ലമി അവരെ എതിർത്തത്. വിഷയം രണ്ടും ഒന്നാണ്. കാരണം രണ്ടും അഭൗതികമാണ്, രണ്ടും അദൃശ്യജ്ഞാനമാണ്, രണ്ടും അദൃശ്യവഴിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകമായി ഞങ്ങൾ പറയുന്നു, ഇസ്ലാമിന്റെ തൗഹീദ് ഞങ്ങൾ ഇവിടെ സ്ഥിരപ്പെടുത്തുന്നു. തൗഹീദ് അചഞ്ചലമാകുന്നു. അതേ സമയത്ത് മുജാഹിദ് ഉണ്ടാക്കിയ ആ തൗഹീദ് ഉണ്ടല്ലോ, ജിന്നുകൾ അത് പൊളിച്ചു കളഞ്ഞു. രണ്ട് ഗ്രൂപ്പിന്റെയും ജിന്നുകൾക്ക് അഭിവാദ്യങ്ങളും ഞങ്ങൾ അർപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം ഞങ്ങൾ വലിച്ചെറിഞ്ഞു. കാരണം ഞങ്ങൾ ഔലിയാക്കളോട്, നിങ്ങൾ ജിന്നിനോട് മറുപടി പറ.